നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ദക്ഷിണേന്ത്യയിൽ മാത്രമാണ് കോൺഗ്രസിന്റെ പല പ്രമുഖ നേതാക്കളും ലോക്സഭ കാണാനായി തിരഞ്ഞെടുക്കുന്നതെന്നും അതൊരു അഭയ കേന്ദ്രമായി കണക്കാക്കുന്നു എന്നുമുള്ള BJPയുടെ എല്ലാ പരിഹാസത്തിനും മറുപടി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാന നേതാക്കൾ കൊടുത്തതാണ്. രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ 4 ലക്ഷം വോട്ടിന് ജയിച്ചു എന്നത് മാത്രമല്ല, അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയ അമേത്തി കിഷോരിലാൽ 1.25 ലക്ഷം വോട്ടുകൾക്ക് തിരിച്ചു പിടിച്ചു എന്നതുമാണ്. അഹങ്കാരവും അഹംഭാവവും ഒക്കെ കൈമുതലാക്കി BJPയുടെ പല നേതാക്കളും ഇന്നലത്തെ മഴയിൽ മുഴച്ച കുമിളകൾ പോലെ പുളഞ്ഞു നടന്നപ്പോൾ അവർ ഓർക്കുന്നില്ല ഈ സ്വാതന്ത്ര്യം നേടിത്തന്ന പ്രസ്ഥാനത്തിൻ്റെ കരുത്തെത്രത്തോളം വലുതാണെന്ന്. പറഞ്ഞു വരുന്നത് കൃത്യമായും ദേശീയ നേതാക്കൾ, അതായത് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ താഴെ തട്ടിൽ ഇറങ്ങി തന്നെയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. BJPയുടെ ഭാഷ കടമെടുത്താൽ എലക്ഷൻ സ്ട്രാറ്റജി മാറ്റി പിടിക്കുകയാണ്. അതായത് ഗ്രാമീണ മേഖലകളിൽ ബൂത്ത് ലെവലിൽ വരെ ശക്തമായി ആളുകളോട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു വലിയ പ്രോഗ്രാമിന് ആഹ്വാനം നടത്തുകയാണ്. AICC നേതൃത്വം ഓരോ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് മുൻകൂട്ടി അവിടെ നിരീക്ഷകരെ നിയോഗിച്ചിരിക്കുകയാണ്. അത് ഇപ്പോൾ 2026 നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. എന്നാൽ ഇനി അങ്ങോട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകൾക്കും ദേശീയ നേതാക്കൾക്ക് ഓരോ സംസ്ഥാനം, ഓരോ പ്രദേശത്തിൻ്റെ ചുമതല എന്നിങ്ങനെ കൊടുത്തുകൊണ്ടുള്ള നീക്കമാണ്. അതായത് ഇപ്പോൾ നടക്കാൻ പോകുന്ന 4 സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശവും അടക്കം നേതാക്കൾക്ക് തരംതിരിച്ചുകൊണ്ട്, ഓരോ പ്രദേശം തരംതിരിച്ചുകൊണ്ട് അവിടുത്തെ മേഖലയിലുള്ള പ്രാദേശിക പ്രവർത്തകരെ വരെ നേരിട്ട് കണ്ട് സംവദിക്കുന്ന രീതിയിലേക്ക് AICC രൂപഭേദഗതി വരുത്തുകയാണ്. ഇത് വലിയ ഗുണം ചെയ്യും. ഇത് എന്തുകൊണ്ട് നേരത്തെ ആയില്ല എന്ന ചോദ്യം മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. സുനിൽ കനകോലു അടക്കമുള്ള ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റുകൾ പലതവണ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് നടത്തിയിട്ടുള്ളതാണ്. പക്ഷേ അതൊന്നും വിജയിച്ചിട്ടില്ല. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു മാറ്റോടു കൂടിയുള്ള വിജയം നേടിയെടുക്കാൻ കഴിഞ്ഞ കുറേ നാളായി ശ്രമിക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസിന് അങ്ങനെ ഒരു വിജയം നേടിയെടുക്കാൻ, ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആധികാരിക വിജയം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ചുരുക്കം ചില തെരഞ്ഞെടുപ്പുകളിൽ മാത്രം. 2018 ഡിസംബറിൽ രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ പിടിച്ചെടുത്ത സമയത്ത് 2023 കർണാടകയിലെ സമ്പൂർണ്ണ ആധിപത്യം, തെലങ്കാനയിൽ നടന്ന വിജയം, ഇതൊക്കെയാണ് എടുത്തു പറയാൻ കഴിയുന്നത്. ഗുജറാത്തിൽ 2022 വമ്പൻ പരാജയം കോൺഗ്രസ് ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോഴും അവിടെ ഒരു ശക്തമായ പ്രതീക്ഷയായി നിന്നത് ഹിമാചൽ പ്രദേശിൽ നേടിയെടുത്ത വിജയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇനി വരുന്ന ഓരോ ചുവടുകളും AICCയുടെ നിർദ്ദേശപ്രകാരം ഗ്രാമീണ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഓരോ പ്രമുഖ നേതാക്കൾക്കും പ്രവർത്തിക്കാൻ താഴെ ഇറങ്ങി നേതാക്കൾ സാധാരണക്കാരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ആക്കം കൂട്ടാൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ്. ഇത് കൃത്യമായും പാർലമെന്ററി കമ്മിറ്റി അടക്കം ചർച്ച ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു.